സത്യം പറയാലോ ഈ പേൾ ഗ്രാസ് എനിക്ക് വലിയ പരാജയം കേട്ടോ. തോറ്റ് തുന്നം പാടുമെന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതങ്ങ് പാടേ മാറ്റി കേട്ടോ. ഈ ഒരു പേൾ ഗ്രാസും അതിൻ്റെ ഇടയിൽ മറ്റ് കളയൊക്കെ പൊടിച്ച് വരില്ലേ, അതെല്ലാം ചേർന്ന് നമ്മൾ പശുവിനെ കെട്ടിയാൽ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. ആ ഒരു അവസ്ഥയിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതെല്ലാം അങ്ങ് മാറ്റി കളയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയക്കുറവ് തന്നെയാണ് എല്ലാത്തിനും കാരണം. ഇതൊക്കെ സമയമുള്ളവർക്ക് മാത്രം പറ്റിയ പണിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ പരാജയമാണെന്ന് പറഞ്ഞല്ലോ, ഇത് പക്ഷേ വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ദയവ് ചെയ്ത് ക്ഷമിക്കുക. കാരണം പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഒരു പുല്ല് നമ്മൾ എല്ലാവരും നമ്മുടെ വൃത്തികേട് കൊണ്ട് ഒഴിവാക്കുകയാണ്. അന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചിരുന്നപ്പോൾ ആരോ ഒരു ദിവ്യാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എല്ലാം ചെടിക്ക് പകരം നമ്മളെ ചീര നട്ടാൽ നന്നായിരുന്നെന്ന്. പക്ഷേ അപ്പോഴും ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ റിപ്ലൈ ഇട്ടിട്ടുണ്ട്, അടുത്ത വീഡിയോ കണ്ടാൽ എന്നെ തെറി വിളിക്കരുതെന്ന്. കാരണം അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കാമെന്നങ്ങ് വിചാരിച്ചു. കാരണം അതാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും എക്കോ ഫ്രണ്ട്ലി എല്ലാം അറിയാം. പക്ഷേ ഇത് വെച്ചതിന് ശേഷം ഇപ്പം 2 ആഴ്ചയായെന്ന് തോന്നുന്നു, 2 ആഴ്ച കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കുത്തി മറിഞ്ഞിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇത് ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് അങ്ങ് തിരിഞ്ഞത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കാമെന്ന് തന്നെ വിചാരിച്ചത്. കാരണം ഇത് തന്നെയാണ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ വലിയ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് പുല്ലൊക്കെ പൊടിച്ചോട്ടെ എന്ന് വിചാരിക്കുക. പക്ഷേ ആകെ ഒരു 7 സെൻറ്റ് സ്ഥലമുള്ളിടത്ത് മുന്നിൽ കാണുന്ന ഇത്തിരി പറമ്പിൽ അതിങ്ങനെ കാട് പിടിക്കുമ്പോൾ വലിയൊരു അഭംഗിയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വെട്ടിത്തെളിക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ ഒരു പച്ചപ്പ് കാണുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ആ മതിലൊക്കെ അങ്ങ് പെയിൻറ്റും കൂടി അടിച്ചപ്പോൾ ആ വെള്ളേൻ്റെ ഇടയിൽ പച്ച കാണാൻ തന്നെ ഒരാഗ്രഹം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് തിരിഞ്ഞത്. പിന്നെ നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കുമ്പോൾ നമുക്കിപ്പം ഇത് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ക്യാഷ് കൊടുത്താൽ നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട, എല്ലാം അവർ തന്നെ ചെയ്തോളും. പക്ഷേ ഇത് ഞങ്ങൾ 2 പേരും തന്നെ ചെയ്തതാണ്. പക്ഷേ ഈ ഒരു ഏരിയ തറ ഒക്കെ സെറ്റാക്കുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണ് ഒന്ന് സ്ലോപ്പാക്കിയിട്ട് മാറ്റുക. അതായത് ഒരു ചെരിവുണ്ടാവണം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കണ്ട വീഡിയോയിലൊക്കെ ചെരിവ് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു ചെരിവ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ എന്നാലും ഈ മഴയത്തൊക്കെ വെള്ളമൊക്കെ അബ്സോർബ് ആയിക്കോളും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാസിലെ ഷീറ്റിൽ നല്ല ഹോളുണ്ട്. അത് മാത്രമല്ല വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീഡ് മാറ്റില്ലേ, കള പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാറ്റ്, അത് വിരിക്കുന്നുണ്ട്. അത് വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ആ ഹോളിൽ കൂടെ തന്നെ വെള്ളം അങ്ങ് ഇറങ്ങിക്കോളുമല്ലോ. അപ്പം ഞാനത് മുറയൊന്നും തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ചെരിവ് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു പറമ്പൊക്കെ നന്നായിട്ട് നിരപ്പാക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ 1-2 ദിവസം എടുത്തിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തീർത്തതല്ല കേട്ടോ, ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത് തീർത്ത വർക്കായത്. ഇതിലിപ്പം ഞാൻ കണ്ട വീഡിയോ അനുസരിച്ചിട്ട് പല രീതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ചെയ്തത് ആദ്യം നമ്മൾ ആമ്പൽക്കുളത്തിൻ്റെ സ്ഥലത്ത് വീഡ് മാറ്റ് വിരിച്ചിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞല്ലോ. പക്ഷേ ഇതുവരെ അവിടെ കളയൊന്നും പൊടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വീഡ് മാറ്റ് വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ ബേബി മെറ്റലിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. മാത്രമല്ല വെള്ളം അവിടെ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് അബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ബേബി മെറ്റലൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു തറയല്ല ഈ പറമ്പ് ഒന്ന് ലെവലാക്കിയതിന് ശേഷം വീഡ് മാറ്റ് വിരിച്ചിട്ട് ഡയറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് അങ്ങ് ഷീറ്റ് വിരിക്കുക ചെയ്തത്. പക്ഷേ സാധാരണ നമ്മൾ വർക്കേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വീഡ് മാറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ ബേബി മെറ്റൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് സെറ്റാക്കുക. പക്ഷേ ഞങ്ങളിവിടെ ബേബി മെറ്റൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതായത് വെള്ളം നന്നായിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും, കളയും പൊടിക്കില്ല. അത് എനിക്ക് ആ ഒരു വർഷത്തെ അനുഭവം അറിയാവുന്നത് കൊണ്ടാണ് വീഡ് മാറ്റ് മാത്രം യൂസ് ചെയ്തത്. നമ്മളെല്ലാം ഹോൾസെയിൽ കടയിൽ തന്നെയാണ് വാങ്ങിയത്. ഒരിക്കലും ഇത് റീറ്റെയിലിൽ നിന്ന് വാങ്ങരുത്. ഹോൾസെയിലാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു റേറ്റ് കുറച്ചിട്ടൊക്കെ അവർ തരും. ഇപ്പോൾ വീഡ് മാറ്റിന് തന്നെ നമ്മൾ മീറ്ററിന് 50 രൂപയായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ 17 മീറ്റർ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതനുസരിച്ചിട്ട് 850 രൂപയായിട്ടുണ്ട് വീഡ് മാറ്റിന് മാത്രം നമ്മുടെ കോസ്റ്റ്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ചിലവും കൂടെ ഒന്നങ്ങ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതാ. അതുപോലെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങുമ്പോൾ പല റേറ്റും, ഹോൾസെയിൽ കടയിൽ തന്നെ പല റേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്വാളിറ്റിക്ക് അനുസരിച്ച് റീറ്റെയിൽ കടയിൽ പോയിട്ട് വാങ്ങിയാൽ വലിയ നഷ്ടമാവും. അത് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ ഹോൾസെയിലാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ക്വാളിറ്റിയാണ്.
ക്വാളിറ്റി എന്ന് പറയുമ്പം എന്താ പറയുക, പല ക്വാളിറ്റിയിലുണ്ട്. അതായത് 25 mm തിക്നെസ്സിലുണ്ട്, 35 mm തിക്നെസ്സിലുണ്ട്, അതൊക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് റേറ്റ് വ്യത്യാസവും വരുന്നത്. 35 mm ഒക്കെ ആകുമ്പോൾ സൂപ്പർ ക്വാളിറ്റിയാണ്. അപ്പോൾ അതൊക്കെ മീറ്ററിന് 580, 600 രൂപയൊക്കെ ഉണ്ട്. സ്ക്വയർ ഫീറ്റർ ആണെങ്കിൽ 58, 60 അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട്. നമ്മളിവിടെ ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള മാറ്റാണ് വാങ്ങിയത്. അത് മീറ്ററിന് 350 രൂപയാണ് അവർ നമുക്ക് നമ്മളെടുത്ത് നിന്ന് വാങ്ങിയത്. അപ്പോൾ അത് സ്ക്വയർ ഫീറ്റ് കണക്കാണെങ്കിൽ ഒരു 32, 35 രൂപയേ ഉള്ളൂ. അതെന്തായാലും നമുക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അത് തന്നെ സെലക്ട് ചെയ്തത്. അത് മാത്രമല്ല, നമ്മൾ ഇൻഡോർ അല്ലല്ലോ, ഉള്ളിലിടുന്നതല്ലല്ലോ, പുറത്തിടുന്നതല്ലേ. അതുകൊണ്ട് ഈ ഒരു ക്വാളിറ്റിയുള്ളത് തന്നെ വാങ്ങി. പിന്നെ നമ്മൾ മീറ്ററിന് 20 രൂപയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. അത് ചൈനയുടേതൊക്കെയാണ്. അതൊന്നും ഒരിക്കലും വാങ്ങരുത്. കാരണം അതിൻ്റെ പുല്ല് നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അത് ഇളകിയിട്ട് വരും. അങ്ങനെയുള്ളത് ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മൾ ഇതുപോലെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ ക്വാളിറ്റി, അതിൻ്റെ അടിയിൽ ഒരു ഗ്രീൻ കളറാണ് ഉണ്ടാവുക. ഞങ്ങളിപ്പം അടിവശം ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഞാൻ പറഞ്ഞില്ലേ മിനിമം ക്വാളിറ്റി ഉള്ളത് മീറ്ററിന് 350 രൂപ. ഇതും 17 മീറ്റർ തന്നെയാണ് വാങ്ങിയത്. എല്ലാം കൂടെ അവിടെ വന്നിരിക്കുന്നത് 5950 അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് 17 മീറ്ററിന് ഇവിടെ നമുക്ക് വടകരയിൽ നിന്ന് കിട്ടിയതാണ് വില പറഞ്ഞത്. 5950 ആണ്. ഇനിയിപ്പം നമ്മളിതിൻ്റെ ക്വാളിറ്റി, അതായത് കളർ ടോൺ പറഞ്ഞിട്ടില്ലല്ലോ. പലതരത്തിലുള്ള കളർ ടോണും ഉണ്ട്. ഇപ്പോൾ സൂപ്പർ ക്വാളിറ്റി ആണെങ്കിൽ 3 കളറായിട്ട് അതിൽ ഉണ്ട്. അതായത് ഡാർക്ക് ഗ്രീന്, ലൈറ്റ്, പിന്നെയും കുറച്ചും കൂടെ ലൈറ്റ്. അപ്പോൾ അത് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. നമ്മൾ 35 mm പക്ഷേ ഇത് പറഞ്ഞല്ലോ 25 mm തിക്നെസ്സിൻ്റെ ആണ്. ഇത് 2 ഷെയ്ഡ് മാത്രമാണ് ഈ ഒരു ഗ്രാസിനുള്ളൂ കേട്ടോ. അതായത് കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റും. പക്ഷേ എന്നാലും അത് കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ ഗ്രാസ് ആയിട്ട് തന്നെ തോന്നും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഗ്രാസ് വിരിക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ വീഡ് മാറ്റ് വിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. വീഡ് മാറ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഓരോ ഭാഗത്തും ഇങ്ങനെ കോണാകൃതിയിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലല്ലല്ലോ നമ്മുടെ ഈ ഒരു പറമ്പിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു വീഡ് മാറ്റിൻ്റെ കാര്യം. അതിൻ്റെ ഇടയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ റേറ്റും അതിൻ്റെ കളർ ടോണും ഒക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ആയിരിക്കും. അതായത് അതെങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത്. ഒന്നുമില്ല, നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ അങ്ങ് വിരിച്ചാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിങ്ങനെ നല്ല റെക്റ്റാങ്കിൾ ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് മുറിച്ചിട്ട് അങ്ങനെയും കിട്ടും. പക്ഷേ ഞങ്ങളിത് റോളായിട്ട് തന്നെയാണ് വാങ്ങിയത്. പക്ഷേ നമ്മുടെ ഒരു പറമ്പിൻ്റെ ഒരു സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അവിടെ നമുക്ക് ഒന്നുകിൽ ആണി തറച്ച് വെക്കാം. പക്ഷേ നമ്മൾ ആണി തറച്ചിട്ട് അങ്ങനെ സക്സസ് ആയിട്ടില്ല കേട്ടോ. ആണി ഇങ്ങനെ ഇളകി വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്നറിയോ, ഗ്രൗട്ട് കലക്കി ഒഴിച്ചു. അതല്ല ഹസ്ബൻഡ് തന്നെയാണ് ചെയ്തത്. ഗ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സിമൻറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് പേസ്റ്റ് ആക്കില്ലേ, പേസ്റ്റ് ആക്കിയിട്ട് ആ ജോയിൻറ്റിലൊക്കെ ഫില്ല് ചെയ്തിട്ട് അങ്ങ് സെറ്റാക്കിയതാണ്. പക്ഷേ ഈ ഒരു ഭാഗം വരെ മാത്രമാണ് എൻ്റെ ഹെൽപ്പ് വന്നിട്ടുള്ളൂ. ആ ഒരു പച്ച വിരിച്ചത് മുഴുവനായിട്ട് മൂപ്പര് തന്നെയാണ് ചെയ്തത്. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയതാണ് രാവിലെ. തിരിച്ച് വരുമ്പോഴത്തേക്ക് മൊത്തം പച്ച വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൗട്ട് കലക്കി ഒഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ തലേദിവസം ഒന്ന് എടുത്ത് നോക്കിയതാണ്. കട്ട് ചെയ്ത് ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ വെച്ച് നോക്കി തലേദിവസം. ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മുൻഭാഗം ഇട്ടിട്ട് ഇവിടെ നിന്നാണ് കട്ട് ചെയ്തത്, അളന്നളന്ന് കട്ട് ചെയ്തത്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം തിരിച്ചിട്ടിട്ട് പുറകുന്ന് കട്ട് ചെയ്യുന്നതാണ്. പിന്നെ കത്രികേനേക്കാളും എത്രയും നല്ലത് ബ്ലേഡ് തന്നെയാണ്. നമ്മളെ എക്സോ ബ്ലേഡൊക്കെ ഉണ്ടാവില്ലേ, ആ ബ്ലേഡ് കൊണ്ട് ഒന്നങ്ങ് വരിഞ്ഞു കൊടുത്താൽ തിരിച്ചിട്ടിട്ട് വരിഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് സെറ്റാവും. ഇതിപ്പം പുല്ല് കിടക്കുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തിരി പോലും വേസ്റ്റേജ് വന്നിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, എക്സോ ബ്ലേഡ് എടുത്തിട്ട് പുല്ലിൻ്റെ ഭാഗത്താണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് നോക്കിയത്. പക്ഷേ അത് അത്ര ഓക്കെ ആയിട്ടില്ല. രണ്ട് തവണയൊക്കെ ഇങ്ങനെ വര വെക്കേണ്ടി വന്നു. തിരിച്ചിട്ട് വെച്ചപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം ഒരു ചെറിയ ഭാഗം നമ്മളൊന്നങ്ങ് ചെയ്ത് നോക്കിയത്, ഇത് എങ്ങനെ ഇരിക്കും, ഓക്കെ ആവുമോ എന്നൊക്കെ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് പോലെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിച്ചുപോയി. അയ്യോ ഞാൻ നിരപ്പാക്കിയത്, അതായത് മണ്ണിൻ്റെ ലെവൽ കറക്റ്റ് ആയില്ലേ, അതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ മൂപ്പര് പറഞ്ഞ മാതിരി എല്ലാം ഒന്നങ്ങ് സെറ്റാക്കി അവിടെ ആണി അടിച്ച് നോക്കി. പക്ഷേ സക്സസ് ആയില്ലല്ലോ. പിന്നെ പിറ്റേ ദിവസം ഗ്രൗട്ടൊക്കെ ഒഴിച്ച് നല്ല മുറിച്ച് വെച്ചു കേട്ടോ. അതായത് നമ്മളിങ്ങനെ കറക്റ്റ് ആവാത്ത സ്ഥലത്ത് മുറിച്ചൊക്കെ വെച്ചു. ഇത് നിങ്ങൾ വിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പൊന്നും ആയിരിക്കില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങളിങ്ങനെ ഓരോരോ കോണ് ഭാഗം പോലെയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും പണിയെടുക്കേണ്ടി വന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ നല്ല നീറ്റായിട്ട് ഇത് പിറ്റേ ദിവസം സെറ്റാക്കിയതാണ്.
നീറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മാവിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്നു, കാരണം അവിടെ കുറച്ച് പെബിൾസ് ഇട്ടിട്ട് അവിടെ വെള്ളമൊക്കെ നനക്കണമല്ലോ. ഇതാണ് ഗ്രൗട്ട് കലക്കി ഒഴിച്ചതെന്ന് പറഞ്ഞത്, അതൊക്കെ ഉറച്ചു പോയി. ഇത് പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ വരുമ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആണി നിറച്ചിട്ട് ഞങ്ങൾക്ക് സക്സസ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സിമെൻറ്റ് കലക്കി ഒഴിച്ച് ഒട്ടിച്ച് വെച്ചത്. പിന്നെ പിടിച്ച് വലിച്ചാലൊന്നും വരില്ല കേട്ടോ, അത്രയും നല്ല ക്വാളിറ്റിയുള്ള പുല്ല് തന്നെയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ എന്താ ഇതിൻ്റെ മുകളിൽ എംസാൻഡ് ഇടണം കേട്ടോ. എംസാൻഡ് ഞങ്ങൾ 3-4 ചാക്കങ്ങാനം ഇട്ടിട്ടുണ്ട്. എംസാൻഡ് ഇട്ട് കഴിഞ്ഞാലാണ് ഇതങ്ങ് മണ്ണിലങ്ങ് പതിഞ്ഞ് നിൽക്കൂ, എന്നിട്ട് ആ ഒരു പുല്ലൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ തോന്നും എംസാൻഡ് ഇടുമ്പോൾ. ഇത് എന്താണ് നമ്മളിങ്ങനെ ഇട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്നങ്ങ് പെരക്കി കൊടുത്താൽ മതി. അതായത് ആ ഓരോ പുല്ലിൻ്റെയും ഇടയിലേക്ക് ആ ഒരു സാൻഡ് അങ്ങ് ഫില്ലായി വരണം. അപ്പോഴാണ് ഇത് കറക്റ്റ് അതിൻ്റെ അതിൻ്റെ വർക്ക് പൂർണ്ണമാവും. അല്ലാതെ ഇതിങ്ങനെ വിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഉള്ളിങ്ങനെ ഒരു എയർ കിടക്കുന്നത് പോലെ നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ എംസാൻഡ് ഇട്ടത് പതിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതങ്ങ് പതിഞ്ഞ് കിട്ടിക്കോളും. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞത് 3-4 വർഷമൊക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടെ എംസാൻഡ് ഇട്ടിട്ട് ഒന്നങ്ങ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെയും പുല്ലിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ തോന്നും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു മുറ്റത്തിൻ്റെ ആ ഒരു രൂപയും അങ്ങ് മാറിപ്പോയില്ലേ. അപ്പോൾ കുറച്ച് പെബിൾസും ഒക്കെ ഇട്ട്, കാരണം അവിടെ ഇപ്പം മാവിന് എന്തായാലും അത്യാവശ്യം നനക്കണമല്ലോ. അപ്പുറത്ത് നമ്മൾ ചിക്കൂടെ ആ ഒരു മരത്തിലും അങ്ങനെ തന്നെ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നങ്ങ് നിരത്തി വെച്ചു. പിന്നെ കുറച്ച് നമ്മുടെ ചെടികളൊക്കെ ഉണ്ടായില്ലേ, ചട്ടിയൊക്കെ, അതൊക്കെ പിന്നെ പിറ്റേ ദിവസം ഞാൻ നേരം പോലെ അങ്ങ് സെറ്റാക്കി വെച്ചതാണ്. ഇനിയിപ്പം മഴ പെയ്താലും വേനൽ വന്നാലും ഒന്നും നോക്കണ്ട. അതായത് സാധാരണ ഓരോ മഴക്കാലം കഴിഞ്ഞാലും പുല്ല് പറിക്കാൻ ഇറങ്ങണം, കണ്ടം നിരപ്പാക്കാൻ ഇറങ്ങണം. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യണ്ടല്ലോ, ആ പണിയൊക്കെ അങ്ങ് ലാഭമായല്ലോ എന്നുള്ളൊരാശ്വാസമാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടുപ്പുണ്ടാവുമല്ലോ. അപ്പം ആ ഒരു മടുപ്പിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരാശ്വാസം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നു, നമ്മളെ പ്രകൃതി നമുക്ക് തരുന്ന പുല്ലിനോളം ഒരിക്കലും ആവില്ല. പക്ഷേ ഇതിന് വലിയ സൈഡ് എഫക്റ്റും, അതായത് നമ്മൾ ശ്വസിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് ടച്ച് ചെയ്യുന്നത് കൊണ്ടോ അങ്ങനെ ഒരു ദോഷവും ഇല്ല, അതും ഓക്കെയാണ്. അപ്പം എനിക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ, കാരണം എൻ്റെ സമയം എനിക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാക്സിമം സ്വന്തമായിട്ട് ചെയ്യുക. ഇനിയിപ്പം അതല്ല അതിന് വയ്യെങ്കിൽ അത് പറ്റുവാണെങ്കിൽ ആരെങ്കിലും ഏർപ്പാടാക്കാം. പക്ഷേ ഏറ്റവും നല്ലത് പേൾ ഗ്രാസോ മെക്സിക്കൻ ഗ്രാസോ വെച്ചിട്ട് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ശുദ്ധവായുവൊക്കെ കിട്ടാൻ മുറ്റത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രകൃതി തരുന്ന ആ ഒരു ഓക്സിജനൊക്കെ ശ്വസിച്ച് നമുക്ക് സുഖമായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ആരും അനുകരിക്കേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഈ ഒരു മേക്ക് ഓവർ, ഗാർഡൻ മേക്ക് ഓവറൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ അടുത്ത വീഡിയോ എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിക്കുന്നു കുറേ നാളായി നമ്മൾ ക്ലീനിങ് ഒരു ചലഞ്ച് ചെയ്യണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. അതായത് നമ്മൾ സമയം ലാഭിച്ചുകൊണ്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ കുറച്ച് പാർട്ടായിട്ട് നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുവാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പക്ഷേ അതൊരു ചലഞ്ചാണ്. അതായത് നമുക്ക് ഒരുമിച്ച് വീട് വൃത്തിയാക്കുക എന്നുള്ള രീതിയിൽ, അത് ഞാനിവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണുന്നത് അന്ന് മുതൽ നിങ്ങളും ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ വീടൊക്കെ ഭംഗിയാക്കാം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. പറ്റുവാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണുന്നത് വരേക്കും ഇതുവരെ വീഡിയോ കണ്ടതും അതുപോലെ തന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. അടുത്ത പുതിയ വീഡിയോയിലേക്ക് കാണാം കേട്ടോ. താങ്ക്